അൽട്ടിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങുക, ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല, അധികാരത്തോട് മറുക്കുന്നവർ ശിക്ഷാവിധി പ്രാപിക്കും എന്നുള്ള ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. അത് മാത്രമല്ല, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പ്, സഭയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, കുട്ടികൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, ദാസന്മാരും യജമാന്മാരും തമ്മിലുള്ള ബന്ധം, ഇതുപോലെ തന്നെ എല്ലാം തന്നെ ദൈവത്തിൻ്റെ ഒരു കയ്യെഴുത്ത് ഇതിനകത്തെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ അധികാരികൾക്കും നമ്മളെ കീഴടങ്ങിയിരിക്കുക എന്നുള്ള. സീസറിൻ്റെ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചല്ലോ. അന്ന് ക്യൂരിയോസ് സീസർ ഈസ് ലോഡ് എന്ന് പറയുന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അത് ഏറ്റു പറയാത്ത ക്രിസ്ത്യാനികളെ അന്ന് കൊന്നുകളഞ്ഞിരുന്നു, മൃഗങ്ങളുടെ മുമ്പിൽ പിടിച്ചിരുന്നു ഒക്കെ നമ്മൾ പറയുന്നു. അതിനെ എങ്ങനെ നമ്മൾ അതിനോട് റിറ്റാലിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അടുത്ത ഈ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കും. 3-ാം വാക്യം തൊട്ട് വായിക്കാം. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നു, നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായിട്ട് പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിയും വിചാരിച്ച് കീഴടങ്ങുക. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരും ആകുന്നു. 6-ാം വാക്യം വരെയാണ് വായിച്ചത്. നമ്മൾ ഇതുമായിട്ട് തുടർന്ന് ചിന്തിക്കുമ്പോൾ അധികാരത്തോട് മറുത്ത് നിൽക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു. കാരണം ഈ അധികാരികളോട് നമ്മൾ അനുസരിക്കണം. അവരെ നിയന്ത്രണമില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലോ ആൻഡ് ഓർഡർ, ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത് ഓരോ രാഷ്ട്രത്തിനും അല്ലെങ്കിൽ ഓരോ ഭരണത്തിനും ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് കീഴടങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഗവൺമെൻറ് സെർവൻറ്റിനെ അല്ലെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള ഒരു സെർവൻറ്റ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ലെവലിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയാൽ പോലും ആ വർക്ക് ചെയ്യുന്നതിന് ദൈവ ശുശ്രൂഷകൻ എന്നാണ് വിളിക്കുന്നത്. വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് സെർവൻറ്റ് ദൈവ ശുശ്രൂഷകനാണെന്ന് നമ്മളെങ്ങനെ പറയും? നമുക്കറിയാമല്ലോ, നിങ്ങൾ ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു കോർപ്പറേഷൻ ഓഫീസിലോ ഒക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ ഇരിക്കുന്ന ആൾ ദൈവ ശുശ്രൂഷകനാണെന്ന്? അത് ഒരു വല്ലാത്തൊരു കടുത്ത കൈയാണ് എന്ന് തോന്നും. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നീറോ ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ നീറോ ഇരിക്കുമ്പോൾ അവിടെയുള്ള ഒരു അധികാരിയും അതുപോലെ അദ്ദേഹത്തിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നവരെല്ലാം ദൈവ ശുശ്രൂഷകനാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ വാക്കാണ്, ആ ദൈവം അറിയാതെ ആരും വരുന്നില്ല. സദൃശവാക്യങ്ങൾ 8-15-16 വാക്യങ്ങൾ. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരും ആധിപത്യം നടത്തുന്നു. ഇവിടെ എല്ലാം തന്നെ കാണുന്നത് ദൈവമാണ് ഭരണകർത്താക്കന്മാരെ വാഴിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഒത്താശ അല്ലെങ്കിൽ അവരിൽ കൂടിയാണ് നീതി നടത്തുന്നത് എന്ന് കാണുന്നു. ദൈവ ശുശ്രൂഷകർ എന്ന് പറയുന്ന സെർവൻ്റ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ അവരെ തന്നെയാണ് ഗവൺമെൻറ് സെർവൻ്റ് എന്ന് വിളിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഡെലിഗേറ്റഡ് അതോറിറ്റിയാണ് അവർ. അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 2:1 പറഞ്ഞ് ഭരണകർത്താക്കന്മാർക്കും രാജാക്കന്മാർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഭരിക്കാനായിട്ടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇവിടെ പറയുന്ന വെറുതെ അല്ല അവർ വാൾ വഹിക്കുന്നത്. ഈ വാൾ വഹിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു വാളെന്ന് പറയുന്ന ഒരു അധികാര ചിഹ്നമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിലക്കപ്പെട്ടതാണെങ്കിലും ഒരു ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമായിരിക്കുന്നു എന്ന് കാണുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാള് എടുക്കുന്നത് ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായിട്ടാണ് അതെടുക്കുന്നത്. നമുക്കറിയാം, ഭരണകൂടം ഈ അതിർത്തി പ്രദേശങ്ങളിലെ ഒക്കെയുള്ള കാര്യങ്ങളെ, അതുപോലെ ഈ ക്രിമിനൽ ആക്ഷൻസൊക്കെ വരുന്ന സമയങ്ങളിൽ ഒക്കെ ശരിക്കും
അവിടെ ഈ ശത്രുക്കളെ സ്നേഹിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുകയില്ല. അയൽ രാജ്യത്തിൽ യുദ്ധം വരുമ്പോഴേ, യുദ്ധം എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും റയോട്ട്, ടെററിസം, ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഈ സൈന്യത്തോട് ഈ അധികാരികളെ യുദ്ധം ചെയ്യാനായിട്ട് പോകാനായിട്ട് പറയേണ്ടി വരും. അതല്ലാതെ വേറെ മാർഗമില്ല. അത് ഒരു രീതിയിൽ നല്ലതാണ്. അല്ലെങ്കിൽ അവിടെയുള്ള പ്രജകളെ അല്ലെങ്കിൽ അവിടെയുള്ള സിറ്റിസൺസിനെ എല്ലാം ഈ ടെററിസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വന്ന് നശിപ്പിച്ച് കളയും. ഈവൻ അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ വേണ്ട രീതിയിൽ ഒരു സമൂഹത്തിൽ ചെയ്തില്ലെങ്കിൽ നമുക്കവിടെ ജീവിക്കാനായിട്ട് പറ്റുകയില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷകനാണ് അവർ. കാരണം വെച്ചാൽ ദോസ് ഹു ആർ ഡൂയിങ് ഈവിൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതികാരം കാണിക്കേണ്ടി വരും. ഇവിടാണ് യുദ്ധത്തിൻ്റെ കാര്യവും ബാക്കി ഉള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെ പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഓർക്കുക. അവർ ദൈവ ശുശ്രൂഷകരാണ്. നന്മ ചെയ്താലും തിന്മ ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മയാണെന്ന് തോന്നുന്നുണ്ട്, എന്നാൽ പോലും അവർ ദൈവ ശുശ്രൂഷകരാണ് എന്ന് കാണുന്നു. ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കുമ്പോഴേ നമ്മൾ അവർക്ക് കീഴടങ്ങിയിരിക്കണം. 5-ാം വാക്യത്തിൽ അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങുക. ഗവൺമെൻറ്റിൻ്റെ ശിക്ഷയെ മാനിച്ച് കീഴടങ്ങുകയല്ല, ആ ദൈവദത്തമായ മനസ്സാക്ഷിയെ മാനിച്ച് അതിൻ്റെ കീഴിൽ അവകാശങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തെ നമ്മൾ അംഗീകരിക്കുന്നത്. കാരണം എംപ്ലോയീസിന് നേരെ അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് നേരെ ഒക്കെ സമരമുണ്ടാക്കുകയും അല്ലെങ്കിൽ ലഹള അഴിച്ചുവിടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ ക്രിസ്ത്യൻ ഡിസിപ്ലിൻ അനുസരിച്ച്, ക്രിസ്ത്യൻ ഫെയ്ത്ത് അനുസരിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് കീഴടങ്ങിയിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കും, സമരം ചെയ്യാൻ പാടുണ്ടോ, ധാർമ്മിക രോഷം നമ്മൾ പുലർത്തണ്ടേ, ബന്ദ് നടത്തണ്ടേ, ഹർത്താൽ നടത്തണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെല്ലാം ഉള്ള ഉത്തരം ഇതാണ്: അവരെ ദൈവം വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ ഒന്നുമില്ല. നെബൂഖദ്നേസറിനെ പുല്ല് തിന്നാനായിട്ട് വിട്ട കഥയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് അവർ ഭരിക്കുമ്പോഴേ അതിന് കീഴടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരും ആകുന്നു. ഇവിടെ നികുതി കൊടുക്കാനായിട്ട് വിസമ്മതിക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ നികുതി കൊടുക്കാനായിട്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നികുതി കൊടുക്കുക തന്നെ വേണം എന്ന് പറയുന്നു. കാരണം എന്താ വെച്ചാൽ നികുതി പിടിച്ചു വെക്കുകയും തടയുകയും അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പേ ദ ടാക്സസ് പ്രോപ്പർലി. യേശുക്രിസ്തു പോലും ഒരു ടാക്സ് പേ ചെയ്യുന്നതിനകത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. കാരണം സർക്കാരിലേക്ക് നികുതി കൊടുക്കാനായിട്ട് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, അതുപോലെ ഡെവലപ്മെൻറ്റ്, ഇക്കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതിന് ഫണ്ട് ആവശ്യമുണ്ട്, അതിനാണ് നികുതി കൊടുക്കുന്നത്. പിന്നെ അതിന് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു, ഏത് രീതിയിൽ അത് ഡെവലപ്മെൻറ്റ് പർപ്പസിന് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് കവർച്ച ചെയ്യുന്ന സംഘമാണോ എന്നൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സബ്മിറ്റ് ചെയ്യുമ്പോഴേ ഏത് രീതിയിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ഈ നാളിലൊക്കെ വരുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് ചിന്തിക്കണം. ബൈബിളിലെ ചില റെഫറൻസസ് ഉണ്ട്, അതുമായിട്ട് നമുക്ക് ചേർന്ന് ചിന്തിക്കാം. നോർമലി നമ്മളുടെ ആദ്യത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ദൈവത്തിനാണ്. 1-ാം സ്ഥാനം ദൈവം. കാരണം നാളെ തൊട്ട് പറയുകയാണ്, ഗവൺമെൻറ് ലെവലിൽ പറയുകയാണ്, നാളെ മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിലെ ദൈവത്തെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കിയാൽ നമ്മൾ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും. 1-ാമത്തെ പ്രയോറിറ്റി ദൈവത്തെയാണ്. നമ്മൾ 1-2 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 19-20 വാക്യം. ഇതിനകത്ത് കാണുന്ന പത്രോസും യോഹന്നാനും സംസാരിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ
അശേഷം സംസാരിക്കരുതെന്ന് ഉപദേശിക്കരുതെന്ന് അവരോട് കൽപ്പിച്ചു. അതിന് പത്രോസ് യോഹന്നാനും പറഞ്ഞ വാക്കാണ് 19:20, അപ്പോസ്തല പ്രവൃത്തി 4:19-20. ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിപ്പാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. ഇവിടെ ദൈവത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം അശേഷം സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ന്യായാധിപതി സംഘത്തിൽ നിന്ന് അവർ പറഞ്ഞ കാര്യമാണ്. അന്നേരം പത്രോസും യോഹന്നാനും കൂടെ പറയുന്ന കാര്യമാണ്, ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 5:29 ഇത് തന്നെ പറയുന്നുണ്ട്. അതിന് പത്രോസിന് ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാവുന്നു. അതിന് ദൈവത്തെയാണ് ആദ്യം അനുസരിക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് വിപരീതമായിട്ട് ഉള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനെ ഫോളോ ചെയ്യാനായിട്ടല്ല, ദൈവത്തെ അനുസരിക്കുക. നമുക്കറിയാവുന്നതാണ് ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ത് സംഭവിച്ചു നമുക്കറിയാവുന്നതാണ്. അവർ രാജാവ് പറഞ്ഞ പ്രതിമയെ നമസ്കരിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ പിടിച്ച് തീയിലിട്ടു. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുമോ അതോ രാജാവിനെ അനുസരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇതേ കാര്യമാണ് ക്യൂരിയോസ് സീസർ എന്ന് പറഞ്ഞിട്ട് സീസർ ഈസ് ലോഡ് എന്ന് പറഞ്ഞപ്പം അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത്. അവരെ അന്ന് അഗ്നിക്കിരയാക്കുകയും അതുപോലെ അവരെ മൃഗങ്ങളുടെ ഇടയിൽ പിടിച്ചിടുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ആദ്യം നമ്മൾ ദൈവത്തെ അനുസരിക്കുക. ദൈവമാണ് കാര്യങ്ങൾക്ക് നമ്മൾ ക്രമീകരിച്ച് തരുന്നത്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുക. ദൈവമില്ലാതെ നമുക്കൊന്നുമില്ല. രണ്ടാമത്തെ കാര്യമാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷനിലേക്ക് വരുന്നത്. കാരണം നമ്മൾക്കറിയാം ലോകത്തിലുള്ള റൂൾസും റെഗുലേഷനും എല്ലാം തന്നെ പ്രധാനമായിട്ടും 10 കൽപ്പനകളിൽ നിന്ന് ഉടലെടുത്ത കാര്യങ്ങളാണ്. അതാണ് ഇന്ന് കോടതികളൊക്കെ ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും മനുഷ്യരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അങ്ങ് പോവുക, ഭയങ്കര സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്നൊക്കെയുള്ള ചിന്തയാണ്. കാരണം അങ്ങനെ സ്വാതന്ത്ര്യം ആഘോഷിച്ച് അങ്ങനെ പോകുമ്പോഴെന്താ സംഭവിക്കുന്നത്, പലപ്പോഴും ആ ലോലെസ്നെസ് വരികയാണ്, നിയമങ്ങളില്ലാതെ വരുമ്പോൾ. ഭൂമി ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിലും പാപമംഗലമായി പോയപ്പോൾ സാത്താൻ്റെ ഒരു അടിമത്തത്തിൽ അല്ലെങ്കിൽ ഒരു പെർവേർഷനിലാണ് ഇന്ന് ഭൂമി ഇരിക്കുന്നത്. ഭൂമി പൂർണ്ണമായിട്ട് വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ഹൃദയങ്ങളൊക്കെ ദൈവത്തിന് രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മക്കളായെങ്കിലും ഒരു ഇംപെർഫെക്റ്റ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം ഈ ഇംപെർഫെക്റ്റ് വേൾഡിൽ സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ലോലെസ്നെസ് കൊണ്ടുവരാനാണ്. നിയമമൊന്നും വേണ്ട, തോന്നിയ പോലെ പോവുക എന്നുള്ളൊരു രീതിയിൽ സാത്താൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നിയമങ്ങൾ വേണം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 7-ാം വാക്യത്തിൽ എല്ലാവർക്കും കടമായത് കൊടുപ്പീൻ, നികുതി കൊടുക്കേണ്ടതിന് നികുതി, ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം, ഭയം കാണിക്കേണ്ടതിന് ഭയം, മാനം കാണിക്കേണ്ടതിന് മാനം. ഇവിടെയും അതുതന്നെ പറയുന്നു. നികുതി, ചുങ്കം, അതുപോലെ ഭയം, മാനം, ഇതെല്ലാം അധികാരികളോട് നമ്മൾ കാണിക്കേണ്ടതാണ്. കൊടുക്കേണ്ട ടാക്സ് എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കണം, അത് നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടടുത്ത് റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ മാനം കാണിക്കേണ്ടത് മാനം കാണിക്കുക. പീഡനങ്ങൾ വരുമ്പോൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്കറിയാം ഒരുപാട് ആരാധനാലയങ്ങൾ നശിപ്പിക്കുകയും പീഡനങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാര്യം. പീഡനം വരുമ്പോൾ അത് പ്രത്യേകിച്ചും ക്രിസ്തീയ മാർഗത്തിനെതിരായിട്ടുള്ള പീഡനങ്ങളാകുമ്പോൾ നമുക്ക് കഴിവുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ മുകളിലുള്ള നിലയിലെ സിവിൽ സർവൻസും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യും, അവരുമായിട്ട് ഇൻട്രാക്ഷനും അല്ലെങ്കിൽ മജിസ്ട്രേറ്റും അങ്ങനെയൊക്കെയുള്ള കോടതിയുമായിട്ടൊക്കെയുള്ള ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കവരെ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാൽ നാം ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷന് വേണ്ടി ശാന്തതയോട് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. 1 പത്രോസ് 2:13-15 വരെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സകല മനുഷ്യ നിയമത്തിലും കർത്താവ് നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവൻ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണമെന്നുള്ള ദൈവേഷ്ടമാകുന്നു. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായി നടപ്പിൻ. ഇവിടെ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അപ്പോഴേ സാധാരണ നമ്മളെ എജിറ്റേഷൻ, പണിമുടക്കുകൾ, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, ഇതിലൊന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്
ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നത് തെറ്റാണോ, അത് പാപമാണോ, ആ ട്രേഡ് യൂണിയൻകാർ പണിമുടക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ, ഗവൺമെൻറ് സെർവൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും ആസ് പെർ ബൈബിൾ അത് പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ദൈവം നടത്തുന്ന രീതിയിലൊരു തീരുമാനം എടുക്കാനേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ സബ്ജക്റ്റ് ചെയ്യണം, എംപ്ലോയീസിൻ്റെ കീഴിൽ നമ്മൾ സബ്ജക്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇവിടെ പറയുന്ന ബൈബിൾ പ്രകാരം പറഞ്ഞാൽ നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ റിറ്റാലിയേഷൻ. നമ്മൾ ഇന്ന് 7-ാം വാക്യം വരെയാണ് ചിന്തിച്ചത്. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് ഗവൺമെൻറ് സെർവൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മിനിസ്റ്റേഴ്സാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് കീഴടങ്ങിയിരിക്കണം. പേ ദ ടാക്സസ് പ്രോപ്പർലി, നമ്മൾ ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവകാശപ്പെട്ട റെസ്പെക്റ്റും കൊടുക്കണം എന്നുള്ളതാണ് ചിന്തിച്ചത്. ഇന്നത്തെ നമ്മുടെ ചിന്തകൾ എല്ലാവർക്കും പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് ചിന്തിച്ച പോലെ കർത്താവേ, ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കാനും ആ നിയമത്തിൻ്റെ കീഴിലെ നല്ല പൗരന്മാരായി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. റോമ ലേഖനത്തിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ കർത്താവെ അതനുസരിച്ചാണല്ലോ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കർത്താവെ, പ്രോപ്പറായിട്ട് ഞങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിറ്റിസണായിട്ട് ജീവിക്കാനായി കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ കർത്താവെ ചില പ്രയാസങ്ങളിലെ വിഷമതകളിലായിരിക്കുന്നു. പ്രത്യേകിച്ച് കടഭാരത്തിലൊക്കെ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇത് ശ്രദ്ധിക്കുന്നു. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിലെ ആ ദൈവത്തിൻ്റെ വലിയ കൃപ അവിടെ മേലിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കടഭാരങ്ങളൊക്കെ മാറിപ്പോകാനായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളൊക്കെ ദൈവം ഇൻക്രീസ് ചെയ്ത് തരുവാനായിട്ട് ദൈവം ഈ ദിവസങ്ങളിൽ കരുണ കാണിക്കും. നിങ്ങളുടെ വീട്ടിലെ മാറാതെ ഇരിക്കുന്ന ചില രോഗങ്ങൾ, ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ വിട്ട് വരുന്ന ചില രോഗങ്ങൾ, അതൊക്കെ അതിൽ നിന്നൊക്കെ ഉള്ള വിടുതൽ ഇന്ന് ദൈവം തരും. അതിലൊക്കെ ഒരുപാട് പൈസ നിങ്ങൾക്ക് ചിലവാകുന്നു. അതിൽ നിന്നൊക്കെ ദൈവം വലിയൊരു വിടുതൽ തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തികൾക്കൊക്കെ വലിയൊരു വിടുതലും സമാധാനവും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അതിൻ്റെ ഇതിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളത് അറ്റൻഡ് ചെയ്യുകയും തുടർന്നും അതിന് ആൻസർ തരികയും ചെയ്യുന്നതാണ്. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ള പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.